ഹായ് ഓൾ. ഒരു ബന്ധം മനോഹരമായിട്ട് നിലനിർത്തിക്കൊണ്ടുപോകാൻ വേണ്ടത് എന്താണെന്നറിയോ? കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ക്ലിയർ കമ്മ്യൂണിക്കേഷനാണ്. ചിലർ അവർ റിജക്റ്റ് ചെയ്യുമെന്ന പേടിയിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കും, അല്ലെങ്കിൽ റൺ ചെയ്ത് പോകുന്നുള്ള പേടിയിൽ കൃത്യമായിട്ട് മറുപടി തരാത്തൊരു ബന്ധത്തിൽ തുടരാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകുന്നത് കാണുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ ഫിയർ ഓഫ് റിജക്ഷനാണ്. അവർ നിങ്ങളുടെ ചോദ്യത്തിന് തിരക്കാണ്, പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഒഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നില്ല. അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വളരെ 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 താഴെയാണ്. തിരക്കായിപ്പോയി. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറയാം, വിളിക്കാമെന്ന് പറയും. അപ്പോൾ വിളിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. വീണ്ടും വീണ്ടും അങ്ങോട്ട് മെസ്സേജ് അയച്ചില്ലെങ്കിൽ വിളിച്ചിട്ട് അവരെ ശല്യം ചെയ്ത് ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ട. അല്ലെങ്കിൽ എന്താ എനിക്ക് മെസ്സേജ് അയക്കാത്തത്, എന്താ എനിക്ക് റിപ്ലൈ തരാത്തത്, ഇങ്ങനെ ചോദിച്ച് ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു നല്ല ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് സമയം തന്നെയാണ്. എല്ലാവർക്കും ഒരു ദിവസത്തിൽ 24 hours ഉണ്ട് അല്ലേ? എനിക്കും നിങ്ങൾക്കും ഒക്കെ 24 hours തന്നെയാണ്. ആർക്കും കുറഞ്ഞ സമയമോ കൂടിയ സമയമോ ഒന്നുമില്ല. എല്ലാവരും ഈ ഒരു ടൈമിൽ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് മിനിമം ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെയിലി അവർക്ക് മാറ്റിവെക്കാൻ സമയമില്ല എങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ പ്രഷ്യസ് ആയിട്ടുള്ള സമയം വെറുതെ കളയാണ്, വേസ്റ്റ് ചെയ്യാണ്. ഇത്തരം ബന്ധം നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ ഓരോ നിമിഷവും ഇല്ലാതാക്കും, നിങ്ങളെ തളർത്തിക്കൊണ്ടേയിരിക്കും. ഇത്തരം ബന്ധങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു ബന്ധം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫോണിൽ കൂടെയല്ല, ജസ്റ്റ് നേരിട്ട് ആ വ്യക്തിയെ കാണാനൊരു അവസരം ചോദിച്ച് ആ വ്യക്തിയായിട്ടൊരു കാണാനൊരു അവസരം ഉണ്ടാക്കി ക്ലിയർ ആയിട്ട് ആ വ്യക്തിയുടെ നേരെ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റാൻഡ് ചോദിച്ചറിയാം. ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ് ഇപ്പോൾ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മാരേജ് സംതിങ് എന്തോ ആയിക്കോട്ടെ, ചോദിച്ച് മനസ്സിലാക്കാം. ഒരു ആർഗ്യുമെൻ്റ് അല്ല ഞാൻ പറയുന്നത്, ക്ലിയർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. കാരണം നിങ്ങളുടെ ഭാവിയാണ്. അവർക്ക് നിങ്ങളോട് പറയാൻ ഒരു കൃത്യമായിട്ടുള്ള മറുപടി ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ പ്ലാൻ അവരുടെ മനസ്സിൽ ഇല്ല എങ്കിൽ പിന്നെ നിങ്ങളവിടെ സ്നേഹം എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കരുത്. എത്രയും പെട്ടെന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് കൃത്യമായിട്ട് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അതിൽ യാതൊരു മടിയോ തെറ്റോ വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സ്നേഹം കൃത്യമായിട്ട് പറഞ്ഞല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടും അവർക്ക് അവരുടെ സ്നേഹം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷൻ നിങ്ങളോട് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അവർ ചിലപ്പം പറയും നിങ്ങളോട്, നോക്കാം, നടക്കുമായിരിക്കും, എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ, എനിക്ക് കൃത്യമായിട്ടൊരു മറുപടി തരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മാറ്റേഴ്സ്, എൻ്റെ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു മറുപടി, അവിടെ നിങ്ങൾ ഹാപ്പി അല്ല അല്ലേ, ആ ഒരു മറുപടി എന്ന് പറയുന്നത് യെസ് ഓർ നോ, അത് നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല ആ വ്യക്തിക്ക് എന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവാം. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു ബന്ധത്തിൽ നിങ്ങൾ എത്രത്തോളം നിൽക്കുന്നോ അത്രത്തോളം നിങ്ങൾ മാനസികമായിട്ട് ഇല്ലാതാവും, നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാം, സിറ്റുവേഷൻ അതേപോലെ ആക്സെപ്റ്റ് ചെയ്യാം. ഇൻ കേസ് ചിലർ ചോദിക്കാൻ മടിക്കും, എന്തുകൊണ്ടാണെന്നറിയോ? ചിലപ്പോൾ ചില ആൾക്കാർ കാണാറുണ്ട്, ഒരുപാട് നാളത്തേക്ക് വെയിറ്റ് ചെയ്യും കേട്ടോ, അത് തിരിച്ചു വരുമോ ഇല്ലയോ ഒന്നും അറിയില്ല, പക്ഷേ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു മാരേജ്, അവരുമായിട്ടുള്ളൊരു മാരേജ് ആയിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ വ്യക്തി തിരിച്ചു വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക കൃത്യമായിട്ട്, അവർ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നില്ല അല്ലെങ്കിൽ ഒരു കോൾ അവരുടെ അടുത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊരു മെസ്സേജ് ഇടുന്നതിൽ തെറ്റില്ല. മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കുക, എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, വെയിറ്റ് ചെയ്യണോ വേണ്ടയോ. അതായത് നിങ്ങൾക്ക് അവരോട് ഒരു മറുപടി തരുന്നില്ല, ചിലപ്പോൾ നിങ്ങളെ അവർ റിജക്റ്റ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുമായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ കോൾ കട്ട് ചെയ്യുമായിരിക്കും. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് നിങ്ങളടുത്ത് ഇമോഷൻ ഇല്ല, താല്പര്യമില്ല. അത് ക്ലിയറായിട്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് ഇനിയുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്ന ഒരു ഈ വെയിറ്റിംഗ് പീരീഡ് എത്ര നാളത്തേക്ക് നിൽക്കും? ജസ്റ്റ് ചിന്തിച്ച് നോക്കാം. ഒരുപാട് ആൾക്കാർ ഇമോഷണലി തളർന്നു പോകുന്നൊരു കാര്യമാണിത്.
ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഇമോഷൻസ് തുറന്ന് പറയുന്നതിൽ മടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വേറൊരു വ്യക്തിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യണോ അല്ലെ വേണ്ടയോ, എന്താണ് അവരുടെ നിലപാടെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതിലും തെറ്റില്ല. അവർക്ക് നിങ്ങളോടുള്ളൊരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്ലാൻ അവരുടെ മനസ്സിലില്ല എന്നുണ്ടെങ്കിൽ സമയം കളയരുത്. സ്വന്തം ലൈഫായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. പെയിൻ ഉണ്ടാവും, എക്സ്ട്രീംലി പെയിൻഫുള്ളാണ്. നമ്മളൊരു വ്യക്തിയെ വളരെയധികം സ്നേഹിച്ചിട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാമെന്ന് പറയുന്നത് അത്രയും പെയിൻഫുള്ളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ലൈഫ് നിങ്ങളുടേതാണ്. ഇമോഷണലായിട്ട് തീരുമാനം എടുക്കുന്നതിന് പകരം മെച്ചുറായിട്ടൊരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അവനവൻ്റെ ലൈഫ് സേഫ് ആക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ടേക്ക് കെയർ. ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് കോച്ചിങ് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ്, പേഴ്സണൽ ടാരോട്ട് സെഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.